ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടല വെച്ചിട്ട് തേങ്ങയൊന്നും ഉപയോഗിക്കാതെ ഒരു സിമ്പിൾ ചട്നിയാണ് കേട്ടോ. ദോശയിലേക്കൊക്കെ പറ്റുന്ന നല്ലൊരു ചട്നിയാണ് ഇത്. നമ്മുടെ കടല ഞാൻ വറുത്തെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 10 ചെറിയുള്ളി, പിന്നെ ഒരു 5-6 വറ്റൽമുളക്, പിന്നെ ഒരു 3 ചെറിയ അല്ലി വെളുത്തുള്ളി, അതുപോലെ ചെറിയൊരു പീസ് പുളി കുറച്ച് മതി, അധികമായാൽ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ചില ആളുകൾ ഈ കടല തൊലി കളയാതെ ഉണ്ടാക്കും. അപ്പോൾ എനിക്കൊരു കയ്പ്പ് ഫീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തൊലി കളഞ്ഞാണ് ഉണ്ടാക്കാറുള്ളത്. ഇനി വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. കടല ഇതിലേക്ക് ഇടണ്ട, ബാക്കി നമ്മുടെ ഉള്ളിയും മുളകും അതുപോലെ വെളുത്തുള്ളിയും പുളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഈ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളെ കടല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിനൊപ്പം നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പും അതുപോലെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമ്മൾക്ക് താളിച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, കടുക്, കരിവേപ്പില, അതുപോലെ വറ്റൽമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്നിയാണ്. അതുപോലെ നല്ല ഹെൽത്തിയാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പീനട്ടാണല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നെയ് റോസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. പിന്നെ തേങ്ങയൊന്നും വേണ്ട, ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.